മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹിസ്ബുള്ള വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സിറിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിറിയൻ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡമസ്കസിന് സമീപം ഒരു കാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലി വ്യോമസേന വളരെ വലിയൊരു ആക്രമണം നടത്തി. ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും സിറിയൻ സൈന്യവുമായി ബന്ധപ്പെടുത്തി ഏകോപിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹിസ്ബുള്ള ഭീകരനായിട്ടുള്ള സൽമാൻ ജുമാ ആയിരുന്നു ഈ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതായത് സിറിയൻ സൈന്യവും ഹിസ്ബുള്ള ഭീകരൻ തമ്മിലുള്ള സകലതും ഏകോപിപ്പിച്ചിട്ട് സിറിയയിലെ സകല കാര്യങ്ങളും ഹിസ്ബുള്ളയുടേത് നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരൻ സൽമാൻ ജുമായെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ട്, ചുരുക്കി പറഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഹിസ്ബുള്ള എവിടെ പോയിട്ട് ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നോ അതിൻ്റെയൊക്കെ പിന്നാലെ തന്നെ ഇസ്രായേലി വ്യോമസേന ഉണ്ട് എന്നല്ലേ നമ്മൾ ഈ വാർത്തകളിലൂടെയൊക്കെ തന്നെ ലളിതമാക്കി തന്നെ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവും ഇസ്രായേലി സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. സൽമാൻ ജുമായെ കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് സിറിയയിലെ ഹിസ്ബുള്ള സാന്നിധ്യം തകർക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ സകല ഭീകര പ്രവർത്തനങ്ങളെയും ഞങ്ങൾക്ക് തകർക്കാൻ സാധിച്ചു എന്ന് കൃത്യമായിട്ട് ഈ സൽമാൻ ജുമായെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ സിറിയയിലേക്ക് ഇസ്രായേലി സൈന്യം കഴിഞ്ഞൊരു വർഷമായിട്ട് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ പോലും ഈ സിറിയയിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സായുധ സംഘങ്ങളും ഈ സിറിയയിലുണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് തന്നെ അവിടേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ ഡമസ്കസിന് സമീപമുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം, വളരെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ ആസ്ഥാനം ആക്രമിച്ചു തകർത്തിരുന്നു. സിറിയൻ തലസ്ഥാന നഗരിക്ക് ഡമസ്കസിന് സമീപം ഈ ഹിസ്ബുള്ളക്ക് ഇവരുടെ രഹസ്യാന്വേഷണ ആസ്ഥാനമൊക്കെയുണ്ട്. അതായത് ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന അവർക്കാവുന്നത് പോലെ ലബനാൻ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനതയൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പരമാവധി സിറിയയിലേക്ക് പോകുന്നുണ്ട്. ഈ ഭീകരരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇസ്രായേൽ മാത്രമല്ല എന്നുള്ളത് സകല ആളുകളും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കണം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം തന്നെ അവരുടെ കാൽക്കീഴിലേക്ക് എത്തിക്കുക എന്നതല്ലേ. ഇവരൊരു ലബനാനിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇവരൊരു സിറിയയിൽ മാത്രമാണോ? ഇവർ ഇറാഖും ഇറാനും 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് ഇറാനുമായി ബന്ധപ്പെട്ട ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അച്ചുതണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം വളരെ കൃത്യമായിട്ട് ഓരോ ഭീകര സംഘടനക്ക് നേരെയും ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെയാ ലോകം ഈ ഒരു രീതിയിലെങ്കിലും സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഹിസ്ബുള്ള വെടിനിർത്തലില് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ള ഒരു ഡ്രോൺ പറത്തിയാൽ ഞങ്ങൾ അവരെ ആക്രമിക്കും. അതേപോലെ തന്നെ ഒരു തുരങ്കം ഹിസ്ബുള്ള നിർമ്മിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ അവരെ ആക്രമിക്കും. ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയാൽ ഞങ്ങൾ അവരെ ആക്രമിക്കും. ഈ വെടിനിർത്തൽ കരാറുണ്ടെങ്കിലും അവരേതെങ്കിലും തരത്തിലൊരു ഭീകര പ്രവർത്തനത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ആക്രമിക്കുമെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു പ്രസംഗത്തിൽ തന്നെ കൃത്യമായിട്ട് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനോട് കൃത്യമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് നിങ്ങൾ ഇതിൽ ഇടപെട്ടാൽ നിങ്ങൾ തീകൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന്
കൃത്യമായിട്ട് ബശാർ അൽ അസദിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനാവശ്യമായിട്ട് ഇതിൽ ഇടപെടരുത്, ഇത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണെന്നാ പറഞ്ഞത്. അപ്പോ അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിന് ശേഷം ആ വിഷയങ്ങൾ അവിടെ നടന്നിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇപ്പൊ സിറിയയിലേക്ക് ഇസ്രായേൽ കൃത്യമായിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സൽമാൻ ജുമാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഭീകരന. അതുമാത്രമല്ല, ഇറാന് ആയുധങ്ങളുമായിട്ട് സിറിയൻ ആകാശത്തിലൂടെ ലബനാനിലേക്ക് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഒരു ശ്രമം നടത്തി. അതെവിടെ വെച്ചാ ഇസ്രായേലി സൈന്യം തകർത്തിട്ടുള്ളത്? സിറിയൻ ആകാശത്ത് വെച്ച് ഇസ്രായേലി വ്യോമസേന ഇറാന്റെ സൈനിക വിമാനങ്ങളോട് തിരിച്ച്, ഇറാന്റെ ആയുധവുമായിട്ട് വരുന്ന വിമാനത്തോട് തിരിച്ചു പോവാൻ പറഞ്ഞു. ഒരു ഗതിയുമില്ലാതെ ഇറാന്റെ ആയുധവുമായിട്ട് വന്നിട്ടുള്ള ഈ വിമാനം സിറിയൻ ആകാശത്ത് വെച്ച് തിരിച്ചു പോവേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ബശാർ അൽ അസദിന്റെ ഒരു അവസ്ഥ. അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ പോലും ഇസ്രായേൽ നിയന്ത്രിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായിട്ട് ഇസ്രായേലി സൈനിക സംവിധാനങ്ങൾ സിറിയയിലെ പല ഭാഗങ്ങളിലേക്കും വ്യക്തമായിട്ട് തന്നെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഇറാന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബശാർ അൽ അസദിനോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടരുത്, നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന്. ആ ഒരു കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചതിന് ശേഷം നമുക്കറിയാം ഒരുപാട് ആക്രമണങ്ങൾ ഇസ്രായേലി വ്യോമസേന സിറിയയിലേക്ക് നടത്തിയിരിക്കുന്നു. ഈ സിറിയ ലബനാൻ അതിർത്തിയില് ഹിസ്ബുള്ളക്ക് വേണ്ടി ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ, ഈ സിറിയ ലബനാൻ അതിർത്തി പ്രദേശത്തുള്ള സിറിയയിലെ ആയുധ കേന്ദ്രങ്ങൾ, ആയുധ ഡിപ്പോ ഒക്കെ ഇസ്രായേലി വ്യോമസേന കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ വളരെ വ്യക്തമായിട്ട് അതും ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളയും ഇസ്രായേലും വെടിനിർത്തൽ കരാറൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഹിസ്ബുള്ള എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും തീരുമാനിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ലബനാനിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമല്ല ഇസ്രായേൽ ഹിസ്ബുള്ളയെ കൈകാര്യം ചെയ്യുന്നത്. അവർ നേരെ പോയിട്ട് സിറിയയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും വേട്ടയാടിക്കൊണ്ട് ഇസ്രായേലി സൈന്യം അവിടെ എത്തിയിട്ട് തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളത് തന്നെയാ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹിസ്ബുള്ളക്കൊന്ന് അനങ്ങണമെങ്കിൽ ഇസ്രായേൽ കനിയാതെ ഒന്നും നടക്കില്ല എന്ന് വളരെ വ്യക്തമാക്കി തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്.